ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ SLCയുടെ ബയോളജിയുടെ ലാസ്റ്റ് എക്സാം എഴുതി പോയപ്പം അല്ലേ, അന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും തന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അല്ലേ ആഫ്റ്റർ ഓൾ എഫക്റ്റ് അല്ല 2-3 ദിവസങ്ങൾക്കുണ്ട് അല്ലെ. അതായത് മെയ് 9-ാം തീയതി നമ്മുടെ SLC റിസൾട്ട് വരികയാണ് അല്ലെ. എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥനയിലാണെന്ന് വിചാരിക്കുന്നു അല്ലെ. പല ആൾക്കാർക്കും എന്ത് ചെയ്യുക, എന്താണ് നമ്മുടെ റിസൾട്ട് എന്നുള്ള ആദ്യം ഉണ്ട്. ചില ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കണേ ഇല്ല, നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അറിയാം അല്ലെ. പക്ഷെ അങ്ങനെ ഒന്നും കരുതണ്ട, എല്ലാ റിസൾട്ടുകളും മാറി മറിഞ്ഞു വരും. ആ അനുഭവം എനിക്കുള്ള ആൾ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഒരാൾ അടിപൊളിയായി കിട്ടിയ അനുഭവമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആരാളും അല്ലെ ഒറ്റൊരാളും വെറീഡ് ആവണ്ട, അതിനെക്കുറിച്ച് ആരും പേടിക്കും വേണ്ട. എല്ലാവരും ആവേശത്തോടെ നിന്നോളൂ. നിങ്ങൾക്ക് ആ വൈകുന്നേര സമയത്ത് പൊതുവെ 4 മണി അല്ലെ, ആ സമയത്താണ് റിസൾട്ട് വരിക. 5 മണിയാകുമ്പോഴത്തേനൊക്കെ എല്ലാവർക്കും കിട്ടി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ആ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും ടോപ്പ് മാർക്ക് അല്ലേ, നിങ്ങൾക്കായിരിക്കും ടോപ്പ് മാർക്ക്. അതിനെ കൊണ്ട് യാതൊരു അല്ലെ പേടിയും പേടിക്കേണ്ട. പൊതുവെ പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ടും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഞാൻ ഇന്നിവിടെ പ്രധാനമായിട്ട് വന്നത് മക്കളെ, നമ്മുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡേറ്റുകൾ ഇൻഫോം ചെയ്യാണ്. അതിൻ്റെ ആ പ്രോസസ്സുകൾ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് വഴിയെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അതായത് നമുക്കറിയാം SLC റിസൾട്ട് മെയ് 9-ാം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ അതിൻ്റെ ആവേശത്തിലും അതിൻ്റെ അല്ലേ പ്രയാസങ്ങളിലൊക്കെ ഈ കാര്യം ഉണ്ടാകുക. പക്ഷേ നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ അഗ്രഗണ്യത്തോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ വിചാരിക്കുന്ന സബ്ജക്റ്റിൽ എന്ത് കിട്ടുള്ളൂ, യെസ് അഡ്മിഷൻ ലഭിക്കുള്ളൂ. അതിന് 10+ വാങ്ങിയ ആൾക്കാരായാലും 8+ വാങ്ങിയ ആൾക്കാരായാലും 5+ വാങ്ങിയ ആൾക്കാരായാലും ഞാൻ നിർബന്ധമായിട്ടും ഞാൻ ഗവൺമെന്റ് സ്കൂളിലെ പഠിക്കുള്ളൂ എന്നുള്ള ആ ഒരു അല്ലെ, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ പഠിക്കുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഞാൻ ഒരു കാരണവശാലും അല്ലെ അൺഎയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പാരലൽ കോളേജുകളിലോ പോകില്ല എന്നുള്ള പൂർണ്ണ അല്ലെ ആ ഒരു മുൻകരുതൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5+ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള പരിപാടികൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ SLC അല്ലെ റിസൾട്ട് മെയ് 9-ന് വന്നതിന് ശേഷം നമുക്കറിയാം +1 അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 14-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എല്ലാം ഒരുങ്ങി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അല്ലേ, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അല്ലേ, നിങ്ങളുടെ SLC ബുക്ക് എവിടുന്ന് കിട്ടും, നിങ്ങളെ സ്കൂളിൽ നിന്ന് കിട്ടും, ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അല്ലേ നിങ്ങൾ ഒന്ന് ഒരുങ്ങി നിൽക്കണം. കാരണം എന്താ വെച്ചാൽ മെയ് 14-ാം തീയതി എന്താണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് നിങ്ങളെ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെന്ററുകളിൽ, അതായത് അക്ഷയ പോലത്തെ സെന്ററുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ വീട്ടിൽ കമ്പ്യൂട്ടറുകളോ കുറച്ച് കമ്പ്യൂട്ടർ നോളജോ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ, അല്ലാതെ റിസ്ക് എടുത്തുകൊണ്ട് അക്ഷയയിൽ പോകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണം. +1 അഡ്മിഷൻ പ്രോസസ് മെയ് 14-ാം തീയതി. ആ സമയത്ത് ടൂറ് പോവാനോ ആ സമയങ്ങളിൽ ടൂറ് പോവാനോ അല്ലെങ്കിൽ പോയോടത്ത് നിന്ന് തിരിച്ചു വരാനുള്ള മടി അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ പ്രോസസ്സായിട്ട് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് അല്ലെ കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് കൃത്യമായൊരു വിചാരിക്കുന്ന സ്കൂളിൽ വിചാരിക്കുന്ന സബ്ജക്റ്റിന് എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ടൂറ് പോവാനോ അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ്, ഞാൻ ചെന്നൈയാണ്, പല കുട്ടികളും ഞാൻ ഉപ്പൻ്റെ അടുത്തേക്ക് വന്നതാണ് അല്ലെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നതാണ് അല്ലെ, അങ്ങനെ ഒന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റൂല അല്ലെ, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പ്രയാസമായി പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ +1 അഡ്മിഷൻസ് പ്രോസസ്സ് മെയ് 14-ാം തീയതി ആണെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് പ്രോസസ്സ് കൊടുക്കാനുണ്ടാവും? യെസ് ഏകദേശം അല്ലെ മെയ് അല്ലെ ഒരു 5-6 ദിവസം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. ട്രയൽ അലോട്ട്മെന്റ്, അതായത് ആ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനും കുട്ടികൾക്ക് എന്തെങ്കിലും കറക്ഷൻ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ വേണ്ടിയിട്ട് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ അപ്പോൾ അഡ്മിഷൻ എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ അല്ലെ അതൊരു ട്രയലാണ്. നിങ്ങൾക്ക് സാധ്യതകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ഏത് സ്കൂളിൽ കിട്ടും, ഏത് സബ്ജക്റ്റിനാണ് കിട്ടുക എന്നുള്ള സാധ്യതകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ അലോട്ട്മെന്റാണ്. അതെന്താണ് മെയ് 21. പക്ഷെ അതിന് മുന്നേ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്താനോ മറ്റുള്ള സംവിധാനത്തിനൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എഴുതി കൊടുത്തോണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാറി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് വരുത്താനുള്ള അവസരം ട്രയൽ അലോട്ട്മെന്റിന് ശേഷം കുറഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ ദിവസം ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞാൽ മെയിൻ, അതായത് നമുക്ക് അല്ലെ സ്കൂളിൽ
നിർബന്ധമായിട്ടും അഡ്മിഷൻ കിട്ടിയവർക്ക് ജോയിൻ ചെയ്യേണ്ട അല്ലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്നത് മെയ് 24-നാണ്. മെയ് 24-ന് മറക്കണ്ട. ഈ മാസം മെയ് 24-ന്. ഈ മെയ് 24-ന് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് പ്രോസസ് വന്നു അല്ലെ. HSCAP എന്ന് പറയുന്ന സൈറ്റാണ്. HSCAP എന്ന് പറയുന്ന HSCAP അല്ലെ, അതായത് ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് വെറുതെ HSCAP എന്ന് ജസ്റ്റ് ഉണ്ട് അല്ലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഈ സൈറ്റ് വരും അല്ലെ. HSCAP ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റിന് അപേക്ഷ കൊടുക്കേണ്ടത് അതിലാണ്. അതേപോലെ അതിന്റെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് അതിലാണ്. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ട്രയൽ അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. അതിൽ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ അലോട്ട്മെന്റ് കിട്ടിയാലും നമ്മൾ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് 24-ാം തീയതി അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അലോട്ട്മെന്റ് വന്ന് നാളെയും മറ്റന്നാളും സമയം ഉണ്ടാവും, വൈകുന്നേരം 5 മണി വരെ അല്ലെ. ആ സമയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇപ്പൊ ഇന്നാണ് വന്നതെങ്കിൽ നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് സമയം ഉണ്ടാവും. സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷനിക്ക് ഫീസ് അടിച്ച് അഡ്മിഷൻ എടുക്കുക. പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ പ്രതീക്ഷിച്ച സ്കൂളിലല്ലോ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ടെമ്പററി താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യുക, ഫീസ് അടക്കുക അല്ലേ. എന്നിട്ട് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും, സെക്കൻഡ് അലോട്ട്മെന്റ് വരും, തേർഡ് അലോട്ട്മെന്റ് വരും. അതിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ കൺസിഡറേഷൻ വരും. അപ്പോൾ ചിലപ്പോൾ അതിൽ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇവിടുന്ന് മാറുകയാണ്, എനിക്ക് വേറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു കാരണവശാലും അല്ലേ, അതായത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പോയിട്ട് സ്കൂളിൽ ഇന്നിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ റിസൾട്ട് വന്നു അല്ലെ, എനിക്ക് ഇന്ന സ്കൂളിൽ കിട്ടി, അവിടെ അല്ല എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിർബന്ധമായിട്ട് സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാണ് എന്ന് പറയണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്താൽ പിന്നെ അല്ലെ, ഞാനിവിടെ എന്താണ് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് ഒന്നും വരില്ല, അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കൂല. പക്ഷെ നിങ്ങൾ താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാൻ പറയണം. പിന്നെ സ്കൂളിൽ പിന്നെ ചില ആൾക്കാർ ശ്രദ്ധിക്കുന്ന അബദ്ധമാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് ഞാൻ ഈ സ്കൂളിലൊന്നും അല്ലല്ലോ ചേരാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അടുത്ത അലോട്ട്മെന്റ് കാത്തുക, സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്നു വേണ്ട. അങ്ങനെ തന്നാൽ അടുത്ത അലോട്ട്മെന്റ് പരിഗണിക്കൂല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് അലോട്ട്മെന്റ്, ഏത് നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിലാണെങ്കിലും വിചാരിക്കാത്ത സ്കൂളായാലും ഇവിടെ പോകണം. ആദ്യം നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അല്ലാത്ത കേസിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യുക അല്ലെ. താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്താലേ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ പരിഗണിക്കുള്ളൂ. ഇനി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീരെയും പരിഗണിക്കൂല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് വരും, തേർഡ് അലോട്ട്മെന്റ് വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, ചെറിയ മാർക്കൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, 4A+, 3A+ ഒക്കെ ഉള്ള ആൾക്കാർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ 3 അലോട്ട്മെന്റും നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ചോ, കിട്ടൂല. അപ്പൊ നിങ്ങൾ ആകെ ടെൻഷൻ അടിക്കരുത്, വേറെ എവിടെയും പോയി ജോയിൻ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യാറിയോ, VHSC എന്ന് പറഞ്ഞ സാധനമുണ്ട്, VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിലും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അല്ലെ. ഇത് HSCAP ആണ്, ഹയർ സെക്കൻഡറി അല്ലെ. അതേപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അവിടെയും ഇതേമാതിരി സബ്ജക്റ്റുകൾ ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്, അവിടെ അഡീഷണൽ കോഴ്സസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അതൊന്നും കൂടി VHSC സ്കൂൾസ് ആണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ട്സ് ഉണ്ടാവും. ഒരു ഇതിലും കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ജോയിൻ ആവുള്ളൂ അല്ലേ. പക്ഷേ അതിലും നിങ്ങൾ ട്രൈ ചെയ്യണം. അതിൻ്റെ മുന്നേ പോയിക്കാണ്ട് നിങ്ങൾ സ്കൂളിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾ ആ ഫീസ് പോയി പോകും അല്ലേ. വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ചില ആൾക്കാർ ജോയിൻ ചെയ്യും, അപ്പോൾ ഫീസ് പോയി പോകും. അപ്പോൾ അതിന് നിൽക്കരുത്, എല്ലാവരും ശ്രദ്ധിച്ചെന്ത് ചെയ്യാൻ പാടുള്ളൂ, ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നാ മെയ് 24. പിന്നെ അത് കഴിഞ്ഞ് ജൂൺ 18, അടുത്ത മാസം ജൂൺ 18. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും സപ്ലിമെന്ററി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജൂൺ 18. സാധാരണ ജൂൺ 18 ശേഷമാണ് സപ്ലിമെന്ററി വരിക. സപ്ലിമെന്ററി പറഞ്ഞാൽ എന്താണ്, ഒന്നിനും കിട്ടാത്ത ആൾക്കാർക്ക് അപേക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പൊ ജൂൺ 18 ഔദ്യോഗികമായിട്ട് നമ്മുടെ +1 അഡ്മിഷൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ +1 ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സാധാരണ മറ്റുള്ള കുട്ടികൾക്കും SLC 9ാം ക്ലാസ് 10ാം ക്ലാസ് +1കാർക്ക് +2കാർക്കൊക്കെ ജൂൺ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ജൂൺ 18 വരെയും കൂടി എന്ത് ചെയ്യുക, വെറുതെ ഉറങ്ങി നടക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ജൂൺ 18 എല്ലാവരും
അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അതേപോലെ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന് വളരെ ആവേശത്തോടു കൂടി പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജൂൺ 18-ാം തീയതി എല്ലാവരും ഈ കേരളത്തിലെ +1 കുട്ടികളായിട്ട് എന്ത് ചെയ്യും, ഒരുങ്ങി അണിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് പോകട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സാറ് ചെയ്യും അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണണം. അതിനനുസരിച്ച് ഡൗട്ടുകൾ നിങ്ങൾ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അടിയിൽ പേഴ്സണൽ മെയിൽ ഐ ഡി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പൊ എന്നോട് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ കാണാം. ബൈ ബൈ ബൈ.